പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും എതിരെ കേസ്. ഭർത്താവ് ഷാരോണിനും മാതാവ് രചനയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, എന്തൊക്കെ തരത്തിലുള്ള നടപടിയാണ് ഇരുവർക്കുമെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? ഈ മാതാപിതാക്കളുടെ പരാതിയിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ മരിച്ച ആതിരയുടെ മരിച്ച അർച്ചനയുടെ ഭർത്താവ് ഷാരോണിനെയും അതോടൊപ്പം തന്നെ അമ്മ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അർച്ചനയുടെ മാതാപിതാക്കൾ സ്റ്റേഷനിൽ മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് വീടിന് സമീപത്തെ പുരയിടത്തിൽ വെച്ച് യുവതിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണുന്നത്. ഗർഭിണിയായ യുവതിയാണ്. 6 മാസം മുൻപാണ് വിവാഹം കഴിഞ്ഞത്. 20 വയസ്സുകാരിയാണ്. അസ്വാഭാവികതയും ദുരൂഹതയും ഏറെയുള്ള സംഭവത്തിൽ ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വനന്തരപ്പള്ളി പോലീസ് നടത്തിയ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിലും മൊഴിയെടുപ്പിലും യുവതിയുമായി യുവാവ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായാണ് മൊഴി നൽകിയിട്ടുള്ളത്. സ്ത്രീധനത്തെ ചൊല്ലിയും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിഷയങ്ങളിലടക്കം ചൂണ്ടിക്കാണിക്കും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിരുന്നു. ഇതിൽ മനംനൊന്ത് യുവതി തീക്കൊളുത്തി ജീവനൊടുക്കിയതാണ് എന്നുള്ള നിലയിലുള്ള മൊഴികളും ബന്ധുക്കൾക്ക് ലഭിച്ചു. ഏതായാലും സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് പരാതിയും മൊഴിയും നൽകുന്നത്. ഈ ഷാരോണിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ശാരീരിക ഉപദ്രവവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും യുവതിയെ ആക്രമിക്കുക കൂടി ചെയ്തിരുന്നു. തുടർച്ചയായി ഇത്തരം ശാരീരിക പീഡനങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് യുവതി ഇത്തരത്തിൽ ജീവനെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളൊരു തരത്തിലാണ് മൊഴി ഉണ്ടായിരിക്കുന്നത്. ജീവനൊടുക്കിയതിൽ പ്രേരണ കുറ്റം അടക്കം ചുമത്തിയാണ് ഷാരോണിനും മാതാവ് രജനിക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും കരുതൽ കസ്റ്റഡിയിലാണ് രണ്ടുപേരും. തുടർ നടപടികൾ ഇന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മരിച്ച യുവതിയുടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കേണ്ടതുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്നും അന്വേഷണം തുടരുമെന്നുമാണ് വനന്തരപ്പള്ളി പോലീസ് അറിയിക്കുന്നത്. അഖില. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.